ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായി പുതിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഓരോരോ പ്രശ്നങ്ങൾ കാരണം സാധിക്കാറില്ല. അത് കാരണം വൈകി. അപ്പം ഇന്ന് വീഡിയോ ഇടാൻ അങ്ങനെ എന്താ, ഓണമൊക്കെ ആയില്ലേ അല്ലേ? ഓണം വരെയായി, അത്തം വരെയായി. എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെ നാളുകളാണ് ഇനി. പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഓണത്തിന് പൂവ് പറിക്കാൻ പൂക്കൂട ഉണ്ടാക്കുമായിരുന്നു. ഒരു ഇങ്ങനെയായിട്ടുള്ള ഒരു ചെറിയൊരു പാത്രം, അതിനൊരു വള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴുത്തിൽ കൂടെ തൂക്കിയിട്ട് നമ്മൾ പൂ പറിക്കാൻ പോവുമായിരുന്നു. ആ പൂക്കൂട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പനയുടെ ഓലയും കൊണ്ടാണ്. പനയുടെ ഓല ഇതെടുത്തിട്ടാണ് പൂക്കൂട ഉണ്ടാക്കിയിരുന്നത്. അത് ചില പ്രായമായ സ്ത്രീകളൊക്കെ അങ്ങനെ നമുക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെ ആ പൂക്കൂടയും കൊണ്ട് പൂ പറിക്കാൻ പോകും. പൂ പറിക്കാൻ പോയി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോയിട്ട് നേരം വെളിച്ചാകുമ്പോൾ 5:30 കണ്ണ് കാണാൻ തുടങ്ങണേ ഉണ്ടാവുള്ളൂ കേട്ടോ, അപ്പോഴൊക്കെ പോവും. ഇന്നിപ്പോൾ പിള്ളേർ ആ നേരത്തെ എണീറ്റുണ്ടാവില്ല. എണീറ്റാൽ തന്നെ 6 മണിയായാലും 7 മണിയായാലും എണീറ്റാലും മൊബൈലിലിരിക്കും. ആരപ്പോൾ പൂ പറിക്കാൻ പോവുക? എന്നിട്ട് ഞങ്ങളൊക്കെ ഉറക്കമുണരുക വലിയ വലിയ ഏട്ടന്മാരുടെയും ചേച്ചിമാരുടെയൊക്കെ പൂവിളി കേട്ടിട്ടാവും ഉണരുക. അവരുറക്കെ പൂവേ പൊലി പൂവേ പൊലി പൂവേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കം ഇങ്ങനെ വിളിക്കും. അത് കേൾക്കാൻ എന്തൊരു രസമാണെന്നൊക്കെ. ഇന്നിപ്പോൾ എവിടെ നിന്നാണ് ഒരു പൂവിളി കേൾക്കണത്? എവിടെ നിന്നും കേൾക്കണില്ല. തുമ്പപ്പൂവാണെങ്കിൽ ഇല്ല. ഇപ്പോൾ ഒക്കെ മേടിച്ച് കൊണ്ടുവന്ന് വയ്ക്കുന്ന പൂക്കളല്ലേ കൂടുതലുള്ളത്. എല്ലാ പൂക്കളും അങ്ങനത്തെ പൂക്കളല്ലേ ഇപ്പോൾ. ചെണ്ടുമല്ലി അങ്ങനത്തെ പൂക്കളൊക്കെയാണ്. ഒക്കെ ഭംഗിയാണ്, അതൊക്കെ കാണാനും ഭംഗിയാണ്. പക്ഷെ തുമ്പപ്പൂവൊന്നും കിട്ടാനേ ഇല്ല പറഞ്ഞ മാതിരി ചില സമയത്തൊന്നും. ഇപ്പോഴും കുന്നും പുറങ്ങളിലൊക്കെ പോയാൽ ഉണ്ടാവും കേട്ടോ, തുമ്പപ്പൂവൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്ന് അങ്ങനെയാണ്. ആ അത്തത്തിൻ്റെ അന്ന് അതുമാതിരി നേന്ത്രവാഴ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വാഴക്കൊല വെട്ടും. വാഴക്കൊല വെട്ടിയിട്ട് നമ്മൾ അത്തത്തിൻ്റെ അന്ന് തന്നെ മേടിച്ചു കൊടുത്തിട്ട് ഒരു കായക്കൊലയെങ്കിലും മേടിക്കണം. അതാണൊരു സന്തോഷം മനസ്സിന്. ഒരു കൊലയെങ്കിലും കായക്കൊല മേടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉമ്മർത്ത് കൊടുത്തിട്ട് തൂക്കും. അതുമാതിരി പറമ്പിൽ ചെറുകായകളുണ്ടെങ്കിൽ മൈസൂരിക്കായ, കുന്നംകായ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെട്ടി കൊടുന്നിട്ട് അതും കൊടുന്ന് തൂക്കും. ഒരു 2-3 കൊല ചെറുകായ ഉണ്ടാവും, നേന്ത്രക്കൊല ഒരു കൊല ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കൊടുന്ന് തൂക്കി റൂമിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അത് പഴുത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ്. പഴത്തിൻ്റെ മണം, നല്ല പഴുത്ത് പാകം വന്ന പഴത്തിൻ്റെ മണം ഉണ്ടാവുക. അത് ഇഷ്ടാനുസരണം കഴിക്കുക. ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. അന്നന്ന് ഓണമായാലും എന്തിതായാലും ഇല്ലായ്മ അന്നും ഉണ്ട്. ഇല്ലാത്ത ആൾക്കാർ അന്ന് ധാരാളം ഉണ്ട്. ഇന്നത്തെക്കാട്ടിലും കൂടുതലല്ലേ അന്ന് ഇല്ലായ്മയുടെ കാലം. ധാരാളം അങ്ങനത്തെ ആൾക്കാരുണ്ട്. അല്ല, എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഒരനുഭവം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. അതുമാതിരി അച്ഛൻ ഓണക്കോടി കൊണ്ടുവന്ന് തരും. ആ ഓണക്കോടി അങ്ങോട്ട് കയ്യിൽ കിട്ടിയാൽ എന്തൊരു സന്തോഷമാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇന്നിപ്പോൾ എത്ര വേണമെങ്കിലും ഡ്രസ്സ് എടുക്കാൻ കുട്ടികൾക്ക് അവരവരുടെ ഇഷ്ടത്തിന് അവരവർ പോയി എടുക്കണു. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ആർക്കും ഇല്ല. അന്നൊരു ഓണക്കോടി കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് സന്തോഷമാണ് അതിന്. അതുപോലെ കുന്നിൻ പുറങ്ങളിലൊക്കെ ഓണക്കളികളുണ്ടാവും. ഒരു തുമ്പി തുള്ളൽ എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. അത് ഇങ്ങനെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിച്ചിട്ട് അങ്ങനെ ഒരാളിങ്ങനെ ഉറഞ്ഞു തുള്ളിയിട്ട് ഇങ്ങനെ എന്തോ പറയുക, അങ്ങനെ ശരീരത്തിൽ എന്തോ ഒന്ന് കയറിയ മാതിരിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ തുള്ളിയിട്ട് അവരൊരു പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനത്തെ ഒരു കളിയുണ്ട്. അതുപോലെ കുന്നിൻപുറങ്ങളിൽ ആൾക്കാർ ചവിട്ടുകളിയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യും. അങ്ങനത്തെയൊക്കെ കളികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഒരു കാര്യങ്ങളും ഇല്ല ഇപ്പോൾ. എന്നാലും ഉള്ളത് കൊണ്ട് എല്ലാവരും നല്ലപോലെ ഓണം ആഘോഷിക്കുക. എല്ലാവരും. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണമൊന്നുമില്ല. അമ്മ മരിച്ചിട്ട് കൊല്ലം തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓണം ഇല്ലാത്തൊരു കാലമാണ്. ആ വിഷമം എന്താ പറയുക, അതൊരു വിഷമാണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷിക്കുക. സന്തോഷിക്കാൻ പറ്റുന്ന കാലത്തെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഓണമൊക്കെ എല്ലാവരും നല്ല സന്തോഷിക്കുക, അടിച്ച് പൊളിക്കുക. ഓക്കെ.